ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ കൂടി ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ആ മാങ്ങയെല്ലാം ഒന്ന് അതിൻ്റെ ഞെടുപ്പ് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഞാൻ തോല് ചെത്തി എടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയത് പേരയ്ക്ക മാങ്ങ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തോല് ചെത്തുന്നത്. നമ്മുടെ സാധാരണ മാങ്ങ തോലിന് കട്ടിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ തോല് ചെത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതല്പം കട്ടി കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ തോലെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കാം. ഇങ്ങനെ ഉപ്പിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ടാണ് അച്ചാർ ഇടുന്നത്. വേണമെങ്കിൽ ഇവിടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യമുണ്ട്. ഒരു ചട്ടി ചൂടാക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി വഴറ്റുക. നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൊടികളൊന്നും ആവശ്യമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ മുളക് ചേർക്കുന്നത്. അതിനാവശ്യമായ എരിവിന് വേണ്ട മുളകും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ്. അല്പം ഉലുവയും അല്പം കടുകും കൂടി എടുത്ത് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇത് വഴന്നതിന് ശേഷം ഇതിലേക്ക് ആ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഈ മസാല എല്ലാം മാങ്ങയിലൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മാങ്ങാച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. അല്ല, അല്പം ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തിളപ്പിച്ചരച്ച അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വിനാഗിരി ചേർക്കേണ്ട. ഞാൻ അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും ഒഴിച്ചു കൊടുത്ത് അല്പം തിളപ്പിച്ചരച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. സാധാരണ മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇതിപ്പോൾ പേരയ്ക്ക മാങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയും ഈ